മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മരുമോനും ഏത് വിധേനയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂകാനുള്ള എല്ലാ കസർത്തുകളും എല്ലാ നെറികടികളും അവർ കാണിക്കും. അതിന്റെ ഏറ്റവും അവസാനത്തെ നെറികേടാണ് ലാലേട്ടനെ കൊണ്ട് വെളുപ്പിക്കാൻ നടത്തുന്നത് കേട്ടോ. അവസാനമായി ഒരിക്കൽ കൂടി എന്റെ ലാലേട്ട, നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങളിൽ നിന്ന് ഇപ്പൊ മമ്മൂട്ടി സഖാവ് ഇത് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം മമ്മൂട്ടി സഖാവിന് ഇത് ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം മമ്മൂട്ടി സഖാവ് എന്ന് പറയുന്നത് കൈരളിയുടെ എന്തോ വലിയ കൊളസ്ട്രോൾ ആണ്. അതല്ലാതെ തന്നെ ഈ സഖാക്കന്മാരുടെയൊക്കെ വേണ്ടപ്പെട്ട ആളാണ് മമ്മൂട്ടി സഖാവ്. പക്ഷെ ലാലേട്ടൻ സഖാവല്ല. ലാലേട്ടൻ ഇമ്മാതിരി തോന്നിയാസം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് 1000 തവണ അല്ലെങ്കിൽ 10,000 തവണ ഞാൻ പറയുകയാണ്. ലാലേട്ടൻ ചെയ്യരുതായിരുന്നു ഇമ്മാതിരി തോന്നിയാസം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ വാസവനകത്താകും, പ്രശാന്ത് അകത്താകും, കടകംപള്ളി അകത്താകും, കാരണഭൂതവും അകത്താകും. ഇതൊക്കെ പേടിച്ചിട്ട് എങ്ങനെങ്കിലും ഇവർക്ക് 3-ാം തവണ അധികാരത്തിലെത്തണം. അപ്പോഴാണ് ഇതുകൊണ്ടൊന്നും രക്ഷയില്ല. ഇവരുടെ എന്താ പറയാ, ചില സാരന്മാരുണ്ടല്ലോ, ഇന്റലിജൻസ് സംവിധാനം. ആ ഇന്റലിജൻസ് സംവിധാനം പറയുന്നു, പിണറായി വിജയ ഇതൊക്കെ ചെയ്താലും ഒരു രക്ഷയില്ല മോനെ എന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും അവസാനം ലാലേട്ടനെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്റെ പൊന്നു മോഹൻലാലെ, അനക്കൊന്നും വേറെ പണിയില്ലടോ. എന്ത് വിചാരിച്ചിട്ടാണോ ഈ കാരണഭൂതത്തെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്? എനിക്ക് അറിയാൻ ചോദിക്കുക. ഈ കാരണഭൂതം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന അവരുടെ ഒരു പേടി സ്വപ്നമാണോ. കട്ടുമുട്ടിക്കല്ലേ ഇയാള് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉളുപ്പുണ്ടോ ലാലേട്ട അല്ലേ? ഏറ്റവും ബഹുമാനപൂർവ്വം ചോദിക്കുകയാണ്. നിങ്ങൾ ഇയാളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുക. എനിക്ക് ഓർമ്മ വരുന്നത് പരസ്യമാണ്. ഞാനിത് ടീസർ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഇത് നാളെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ വേറെ ആലോചിക്കണം കേട്ടോ. ഇത് ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരുടെ സഹായത്തോടെ ടി.കെ. രാജീവ്കുമാറൊക്കെയാണ് തോന്നുന്നു ഇതിന്റെ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയത്. ഇതിങ്ങനെ ചില്ലറ കളികളൊന്നും അല്ല കേട്ടോ. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് ഒരു സിനിമയുടെ നിർമ്മാണ ചെലവ് തന്നെ ഇതിനുണ്ട്. കോടികളാണ് ഇതിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ പ്രദർശിപ്പിക്കുക? ഇവിടുത്തെ എല്ലാ ചാനലുകളുടെയും പ്രത്യേക സ്ലോട്ടുകൾ കോടികൾ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഇത് പ്രദർശിപ്പിക്കും. നാട് നീളെ പ്രദർശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ലാലേട്ടന്റെ സഹായത്താൽ കോടികളാണ് ഇവിടെ ഒഴുക്കാൻ വേണ്ടി പോകുന്നത്. ഇവരുടെ വിചാരം എന്നാ 3-ാം തവണയും അധികാരത്തിൽ വരുമെന്നാണ്. ഞാനതാ തുടക്കത്തിൽ പറഞ്ഞത്. ഞാനും അങ്ങനെ വിശ്വസിച്ചു പോയി. 3-ാം തവണയും അധികാരത്തിൽ വരും. കാരണം ലാലേട്ടൻ പറയാണ് ഇയാൾ തനി തങ്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിയോ? ലാലേട്ടൻ പറയാം, ലാലേട്ടൻ കാരണഭൂതത്തെ കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയും കൊടുത്തിട്ട് പറയുന്നു നമ്മളെ സ്വന്തം ആളാണ്. ആര്? കാരണഭൂതത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം. അങ്ങനെയൊന്നും അല്ലട്ടോ ലാലേട്ടൻ പറയാ. എനിക്ക് ഓർമ്മ വരുന്നത് ലാലേട്ടന്റെ ഏറ്റവും പുതിയ പരസ്യമാണ്. ഏറ്റവും പുതിയ അല്ല, കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയ വിൻസ്മേര ജ്വല്ലറിയുടെ പരസ്യം. വളരെ മനോഹരമായ പരസ്യമായിരുന്നു. വിൻസ്മേര ജ്വല്ലറിയുടെ നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. അതിലെ ലാലേട്ടന്റെ വാചകം കൊണ്ട് കേട്ടോ, ആരും കൊതിച്ചു പോകും അല്ലെ, ആരും കൊതിച്ചു പോകും എന്നുള്ളതാണ് എന്റെ ടാഗ് ലൈൻ. ആ വിൻസ്മേര ജ്വല്ലറിയുടെ എന്താ പറയാ ആ പരസ്യചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ആ പരസ്യചിത്രത്തിന്റെ എന്താ പറയാ അതിന്റെ ഷൂട്ടിങ്ങിനിടയിൽ വില കൂടിയ ആഭരണം കാണാതാവുന്നതും അവസാനം ലാലേട്ടന്റെ ഈ കാരവനിൽ കയറി നോക്കുമ്പോൾ ലാലേട്ടനുണ്ട് ആ ആഭരണം കഴുത്തിലണിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. മൂപ്പര് സ്വയം ആസ്വദിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ആരും കൊതിച്ചു പോകും. അങ്ങനെ അതേ ടാഗ് ലൈനിലായിരിക്കും പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ലാലേട്ടൻ പറയാ ആരും കൊതിച്ചു പോകും. ആരും ഇമ്മാതിരി സാധനത്തിനെ ഈ മാതിരി സാധനത്തിനെ മുന്നിൽ നിർത്തിയിട്ട് ലാലേട്ടൻ പറയും ആരും കൊതിച്ചു പോകും. പിണറായിയെ ആരും കൊതിച്ചു പോകുന്ന എടുത്തോളിങ്ങളെ 3-ാം തവണയും എടുത്തോളി എന്ന് മോഹൻലാൽ നിങ്ങളോട് പറയുകയാണ് കൂട്ടരെ. അതിന്റെ വാർത്തയാണ് മാതൃഭൂമി ഇങ്ങനെ 1-ാം പേജ് കൊടുത്തിട്ട് ഇതിന്റെ വിശദമായ വാർത്ത 10-ാം പേജിലുണ്ട് കേട്ടോ. ആ 10-ാം പേജിലെ വാർത്തയിൽ പറയുന്നത് എന്തൊക്കെയാണെന്നറിയോ? എനിക്കിഷ്ടം ആക്ഷൻ പടങ്ങൾ. ലാലിന് ഇന്റർവ്യൂ കൊടുത്ത് മുഖ്യൻ, എനിക്ക് ഇഷ്ടം ആക്ഷൻ പടങ്ങൾ. ആർക്ക്? പിണറായി പ്രത്യേക ആക്ഷന്റെ ആളാണ്, അറിയാലോ. അതായത് പിണറായി പണ്ട് സുധാകരനോട് പറഞ്ഞല്ലേ, എന്താ ഞാൻ ഒരു പ്രത്യേക ആക്ഷൻ ഇങ്ങനെ കാണിക്കുമ്പോ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവും. അപ്പോൾ ആകെ ഇടിവെട്ടിയിടും വണ്ണം ശത്രുക്കളൊക്കെ പരക്കം പായത്രേ. പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോ പിണറായി വിജയനെതിരെ ശത്രുക്കൾ വന്നാൽ പിണറായി വിജയനെ ഇങ്ങനെ എന്താ പറയാ 2 കാലിങ്ങനെ അകത്തി വെച്ചിട്ട് കൈ കൊണ്ട് ഒരു പ്രത്യേക ആക്ഷൻ ആണ്. ആ ആക്ഷൻ കണ്ടാൽ
ശത്രുക്കൾ ഓടി മറയുമെന്നാ പറയുന്നത്. അപ്പോഴാണ് സുധാകരൻ പറഞ്ഞത് ഓന്റെ ഓർഡറിലേക്ക് നമ്മൾ കണ്ടിരിക്കുന്നത് ഓൻ ഈ ബ്രണ്ണംകോളയിൽ നിന്ന് താഴെ 4-5 കിലോമീറ്റർ വരെ ഓന്റെ പിന്നാലെ ഓടിയിട്ട് പുറം പൊളിച്ചിട്ടുണ്ട് ഞാനെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. സുധാകരൻ പറയുമ്പോ എന്തായാലും കള്ളത്തിലാകാനിടയില്ല. എന്തായാലും പിണറായി വിജയന്റെ പുറം സുധാകരൻ പൊളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും പിണറായി വിജയൻ പറയുന്നത് എനിക്ക് ആക്ഷൻ പടങ്ങളാണ് ഇഷ്ടം. അതാണ് ഇതിന്റെ ടൈറ്റിൽ കേട്ടോ. എനിക്കിഷ്ടം ആക്ഷൻ പടങ്ങൾ. ലാലിന് ഇന്റർവ്യൂ കൊടുത്ത് മുഖ്യൻ. കണ്ടും മിണ്ടിയും ഇരുവർ. പരിപാടിക്കെതിരെ പ്രതിപക്ഷം. ഏതായാലും പ്രതിപക്ഷം ഇതിന്റെ പരിപാടിക്കെതിരെ പ്രതിപക്ഷം അണിനിരക്കണ്ടേ? കാരണം കോടികൾ എടുത്ത് ഇങ്ങനെ ദൂർത്തടിക്കാൻ പറ്റും. പിണറായി വേണം പടം പിടിച്ചോട്ടെ. പിണറായി വേണമെങ്കിൽ പടം പിടിച്ചോട്ടെ. 1-2 മണിക്കൂർ നേരം ഇടതുഭാഗത്ത് മോഹൻലാലും വലതുഭാഗത്ത് മമ്മൂട്ടിയും നിന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ. നമുക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇതൊന്നും കണ്ടിട്ട് എന്റെ മക്കളെ ആ കൊതിക്കണ്ട 3-ാം ഭരണം കിട്ടുമെന്ന്. മോഹൻലാൽ എന്താ പറയാ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് 3-ാം ഭരണം കിട്ടുക. ഞാൻ നിങ്ങളോട് തമാശ പറഞ്ഞ തുടക്കത്തിൽ ഞാനും വിശ്വസിച്ച് പോയി. ഇവിടെ ആരും വിശ്വസിക്കാനാണല്ലോ. മോഹൻലാൽ വന്നിട്ട് എന്താ പറയാ പിണറായി വിജയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ആരും കൊതിച്ചു പോകുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊതി വരുമോ? ഈ സാധനത്തിന് ഇനിയും പേറാൻ ആരെങ്കിലും തയ്യാറാകുമോ? പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെ പൈസ പോകും. നമ്മളെ കോടികൾ ദൂർത്തടിക്കാൻ പോവുകയാണ്. എല്ലാ ചാനലുകളിലും ഇതിങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് ആരും കാണാനൊന്നും പോകുന്നില്ല. ആൾക്കാർക്ക് ഇപ്പൊ കണ്ടിട്ടാണല്ലോ വലിയ കാര്യം. കണ്ടിട്ട് പണ്ട് സീരിയാജ് പറഞ്ഞ പോലെ മറ്റേ മയില്, ഏത് മയില്? കോൾമയില് കൊള്ളാൻ വേണ്ടിയിട്ട് ഇത് കാണാൻ വേണ്ടി ആൾക്കാർ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് ആരും ഇത് കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കോടികൾ ദൂർത്തടിക്കാൻ പോകുന്നു. എനിക്കിഷ്ടം ആക്ഷൻ പടങ്ങൾ. ലാലിന് ഇന്റർവ്യൂ കൊടുത്ത് മുഖ്യൻ. അപ്പോഴാണ് പറയുന്നത് കാർക്കശ്യം വിട്ടുള്ള മുഖ്യമന്ത്രിയുമായി വാചാലനാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇമേജ് മാറുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. അതാണ് മോഹൻലാലുമായി ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും പോകുമ്പോ മുഖ്യമന്ത്രി മുരടനാണ്, ക്രൂരനാണ്, ദുഷ്ടനാണ്, പരനാറി, എന്താ പറയാ പരനാറി എന്നും വിളിച്ചു. പിന്നെ എന്തെല്ലാം വിളിച്ചത്? നികൃഷ്ടജീവി, കുലംകുത്തി, അമ്മാതിരി വിളികളൊക്കെ വിളിക്കുന്ന മുഖ്യമന്ത്രി മോഹൻലാലുമായി ഇങ്ങനെ ചിരിച്ചുല്ലസിക്കുമ്പോ ആൾക്കാർക്ക് ഇയാളോട് ഒരു സ്നേഹം തോന്നുമെന്നാണ് പാർട്ടിക്കാരുടെ വിശ്വാസം. പക്ഷെ അതിനുവേണ്ടി നമ്മളെ പോക്കറ്റ് കൈയിടുകയാണ് അവസാനം ചങ്ങായി നമ്മളെ പോക്കറ്റിൽ കൈയിട്ടിട്ടാണോ ഈ തോന്നിവാസം ചെയ്യുന്നത്? എന്താ ചെയ്യേണ്ടത്? ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ഇതാ മലയാള മനോരമ. പക്ഷേ മലയാള മനോരമയുടെ 10-ാം പേജിൽ മലയാള മനോരമ അത്ര ആവേശം കാണിച്ചിട്ടില്ല. പടമൊന്നുമില്ല. മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തിയ മോഹൻലാൽ സർക്കാരിന്റെ പ്രചാരണ പരിപാടിയുടെ ഭാഗം ഇരുവർ എന്ന പേരിൽ സംപ്രേഷണം ചെയ്യുമെന്ന് ആര് പറയുന്നു? മനോരമ പറയുന്നു. കേരളകൗമുദിയാണ് അർമാദിക്കുന്നത് കേട്ടോ. കേരളകൗമുദിയുടെ ഉള്ളിലെ പേജിൽ എവിടെയൊന്ന് കണ്ടല്ലോ, 5-ാം പേജിൽ അല്ലെ? 5അല്ല, കേരളകൗമുദിയുടെ 4-ാം പേജിൽ. 4-ാം പേജിൽ 7 കോളത്തിലാണ് കേരളകൗമുദിക്കാർക്ക് ചിലപ്പം കൗമുദി ചാനലിൽ ചിലപ്പോൾ സംപ്രേഷണം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും. കോടികൾ കിട്ടാൻ പോകല്ലേ, അതുകൊണ്ട് അർമാദിക്കുകയാണ്. പിണറായിയുമായി അഭിമുഖം നടത്തി മോഹൻലാൽ. ആക്ഷൻ പടം ഇഷ്ടം. മോഹൻലാൽ കാറിൽ ക്ലിഫ് ഹൗസിൽ എത്തുന്നത് മുതൽ തുടങ്ങുന്നത്. കുറെ കൂടി നല്ല വിവരണമാണ് കേട്ടോ കേരളകൗമുദിയിലുള്ളത്. മോഹൻലാൽ കാറിൽ ക്ലിഫ് ഹൗസിൽ എത്തുന്നത് മുതൽ തുടങ്ങുന്നതാണ് അഭിമുഖം. എന്റെ രാജീവ്കുമാർ കാറിൽ കയറി എത്താന്നൊക്കെ പറഞ്ഞത് എന്ത് പടാടോ ഇത്? ഹെലികോപ്റ്ററിൽ വരണ്ടേ? മോഹൻലാൽ ഹെലികോപ്റ്ററിൽ ക്ലിഫ് ഹൗസിന്റെ മുറ്റത്തിറങ്ങട്ടെ. എന്ത് സംവിധായകനാണോ രാജീവ് കുമാറെ? അയാളാണ് ഇത് സംവിധാനം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അതല്ലേ രാജീവ് കുമാർ അല്ലെങ്കിൽ വേറെ ഏതൊരു കുമാർ. ഇത് സംവിധാനം ചെയ്യുന്ന കുമാർ പോരാ. കാറിൽ വന്നിട്ടൊന്നും കാര്യമില്ലടോ. ഹെലികോപ്റ്റർ വരണം, അല്ലെങ്കിൽ പാറ്റൺ ടാങ്കിൽ വരണം. മോഹൻലാൽ പാറ്റൺ ടാങ്കിൽ ഇങ്ങനെ വരിക. അതല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ചെകുത്താൻ എന്ന് പറഞ്ഞ ലോറി ഉണ്ടല്ലോ, ചെകുത്താൻ എന്ന് പറയുന്ന നമ്മുടെ മറ്റേ സിനിമയിലെ സ്ഫടികം സിനിമയിലെ ചെകുത്താൻ ലോറിയിൽ കയറിയിട്ട് ഇങ്ങനെ വരണം ചെകുത്താന്റെ കൊട്ടാരത്തിലേക്ക്. അപ്പൊ ഭയങ്കര ത്രില്ലേക്ക്, ഭയങ്കര മ്യൂസിക്കിൽ ഇങ്ങനെ ചെകുത്താൻ കോട്ടയിലേക്ക് ലാലേട്ടൻ വരുന്നു അല്ലേ? ഇതൊക്കെ ചെയ്യട്ടെ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കണ്ടുപോയിരിക്കും കേട്ടോ. ഇതൊക്കെ ചെയ്താൽ ചിലപ്പോൾ ആളുകൾ കാണാനിരിക്കും. അതല്ലാതെ നിങ്ങൾ ഈ കാറിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് പോരട്ടോ. മോഹൻലാൽ കാറിൽ ക്ലിഫ് ഹൗസിൽ എത്തുന്നത് മുതൽ തുടങ്ങുന്നതാണ് അഭിമുഖം. സ്വീകരണ മുറിയിൽ ഇരുന്നും ഉദ്യാനത്തിൽ നടന്നും. എന്താണ് ഉദ്യാനത്തിൽ നടക്കും, സ്വീകരണ മുറിയിൽ ഇരിക്കും. ഇത് സ്വാഭാവികല്ലേ? പക്ഷെ കേരളകൗമുദിക്കാർ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ഭാവന വിലാസത്തിൽ പറയുകയാണ്. സ്വീകരണ മുറിയിൽ ഇരുന്നും ഉദ്യാനത്തിൽ നടന്നും പുരോഗമിക്കുന്ന അഭിമുഖം. എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം എന്ന് ലാൽ പറയുന്നതോടെയാണ് അവസാനിക്കുന്നത്. എന്റെ കേരളം എന്താ ലാലേട്ടൻ പറയുന്നത്? എന്റെ കേരളം, അങ്ങയുടെ കേരളം, എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം എന്ന് പറയുന്നതോടുകൂടി ഈ അഭിമുഖത്തിന് തിരശ്ശീല വീഴുകയാണത്രേ.
മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിൻ്റെതാണെന്ന് കേട്ടിട്ടുണ്ട്. ലാലേട്ടൻ പറയാണ്, പൊതുവിൽ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. മുഖ്യമന്ത്രിയുടെ മറുപടി, ഏതെങ്കിലും ഒരു സിനിമാ രംഗം യഥാർത്ഥ ജീവിതത്തിൽ സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പം അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് കാരണഭൂതം പറയുന്നത് കേട്ടോ. ഞാൻ അഭിനയിച്ച സിനിമയിലെ ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോ, ദിനേശനും ദാസനും ഒക്കെ കിടക്കുന്നു ചിരി പോ മോനെ ദിനേശ എന്ന ഡയലോഗൊക്കെ കാരണഭൂതത്തിന്റെ മനസ്സിലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ജനങ്ങൾ കാത്തിരിക്കാട്ടോ, ജനങ്ങളാണ് ലാലേട്ടന്റെ ഡയലോഗ് കാരണഭൂതത്തിന്റെ മുഖത്തൂക്കി പറയുന്നത്. പോ മോനെ ദിനേശ എന്നും പറഞ്ഞിട്ട് ജനങ്ങൾ ഇവിടെ വരുന്നു കേട്ടോ. ലാലേട്ടൻ കെട്ടിപ്പിടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പം 7 കോളത്തിൽ ഇത് എന്താ പറയാ, കേരളകൗമുദി. ഇനി നമ്മുടെ സ്വന്തം പത്രം 1-ാം പേജിൽ തന്നെ ഇരുവർ ടീസർ വൈറൽ എന്ന് പറയുന്നത്. ദേശാഭിമാനി പറഞ്ഞു വൈറൽ, ടീസർ വരെ വൈറലായി. ഇനിയിപ്പോ സിനിമയും കൂടി ഇറങ്ങിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. ടീസർ ഇറങ്ങിയപ്പം വൈറൽ. ഇതാ പറയുന്നത്, മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിക്കുന്ന അപൂർവ സംഭാഷണത്തിന്റെ ടീസർ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. ഇരുവർ എന്ന് പേരിട്ടിരിക്കുന്ന വീഡിയോ മോഹൻലാൽ സമൂഹ മാധ്യമ പേജുകളിൽ പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം വൈറലായി. മുഖ്യമന്ത്രിയുടെ ഇഷ്ടങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും മോഹൻലാൽ നടത്തുന്ന ഹൃദ്യമായ സഞ്ചാരമാണ് ഈ അഭിമുഖം. പൂർണ്ണരൂപം വരും ദിവസങ്ങളിൽ ടെലിവിഷൻ ചാനലുകളുടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചില ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, 3-ാം തവണ പിണറായി വിജയൻ വരുമോ എന്നുള്ളത്. ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ 3-ാം തവണ വരില്ല, വരാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരായിരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അന്തംഗമ്മികളായിരിക്കണം. അന്തംഗമ്മികൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഈ നട്ടുച്ച നേരത്ത് ഇപ്പൊ പാതിരാത്രിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം പാതിരാത്രിയാണ് എന്ന് പറയുന്ന അമ്മാതിരി അന്തംഗമ്മികളാണെങ്കിൽ ശരി, പിണറായി വിജയൻ 3-ാമത് അധികാരത്തിൽ വരും. അതല്ലാതെ പിണറായി 3-ാമത് അധികാരത്തിൽ വരാൻ ഒരു ചെറിയ സാധ്യത പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. പക്ഷെ ഇന്നത്തെ പത്രങ്ങൾ, ഇന്നിപ്പോ എന്റെ കയ്യില് മാതൃഭൂമിയുണ്ട്, മനോരമയുണ്ട്, കേരളകൗമുദിയുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം പത്രമായ ദേശാഭിമാനിയുണ്ട്, മാധ്യമം ഉണ്ടായിരുന്നേ. മാധ്യമം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഈ പത്രങ്ങളൊക്കെ രാവിലെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാനൊന്ന് മാറി ചിന്തിച്ചത്. പിണറായി വിജയൻ 3-ാമതും അധികാരത്തിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ? കാരണം മാതൃഭൂമിയിൽ 1-ാമത്തെ പേജിൽ തന്നെ പിണറായി വിജയനും നമ്മുടെ പിണറായി വിജയനും ലാലേട്ടനും കൂടി ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളും പറഞ്ഞ് പൂന്തോട്ടത്തിനിടയിലൂടെ നടന്നു പോകുന്ന ഒരു മനോഹരമായ പടമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, മോഹൻലാൽ പിണറായി വിജയൻ ഇന്റർവ്യൂവിന്റെ ടീസർ പുറത്തിറങ്ങി. സർക്കാർ മുൻകൈയെടുത്ത് PRD നിർമ്മിച്ച കണ്ടും മിണ്ടിയും ഇരുവർ എന്ന പേരിലുള്ള പരിപാടി TV ചാനലുകളുടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയുമാണ് പ്രചരിപ്പിക്കുക. വിശദവാർത്ത പേജ് 10. ദൈവമേ, പേജ് 10 ഇതിന്റെ വിശദവാർത്ത ഉണ്ട് അത്ര. ഇപ്പം തന്നെ വിശദവാർത്ത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് പിണറായി വിജയൻ പല രീതിയിലുള്ള കുതന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി, എങ്ങനെയെങ്കിലും 3-ാം വട്ടം അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട്. ഏറ്റവും അവസാനം ഹൈക്കോടതി മണ്ടക്കടിച്ചിരിക്കുന്നു അല്ലെ. സ്വകാര്യ വിവരങ്ങൾ, അതായത് ഇവിടുത്തെ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെയൊക്കെ ഫോൺ നമ്പറുകൾ ചോർത്തിയിട്ട് ചങ്ങായി എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. പിണറായി വിജയനുള്ള നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയക്കുകയാണ്, ഞാൻ കാരണഭൂതം വീണ്ടും വരാൻ പോകുന്നു, നിങ്ങൾ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. ഈ നാട്ടിലെ ഒരുപാട് ആൾക്കാർക്ക്, അതായത് പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്കും ഈ മറ്റേ ശമ്പളമൊക്കെ വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ, കാരണം ഇവരുടെയൊക്കെ ഫോൺ നമ്പറുകൾ സർക്കാരിന്റെ അടുത്തുണ്ട് അത്രേ. അപ്പൊ ചങ്ങായി എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഫോൺ നമ്പറുകളൊക്കെ സംഘടിപ്പിച്ചിട്ട്, എടോ വിജയ അതൊന്നും ചെയ്യാൻ പാടില്ലടോ, മൂപ്പർ എന്തെങ്കിലും ഔദ്യോഗിക കാര്യം അറിയിക്കുകയാണ് ശരി തന്നെ. അതായത് മറിയക്കുട്ടിയമ്മക്ക് ഒരു മെസ്സേജ്, മറിയക്കുട്ടിയമ്മേ നിങ്ങളെ പെൻഷൻ മുടങ്ങിയത് ഞാനിതാ അടുത്ത മാസം തരാട്ടോ എന്നൊക്കെ പറയാൻ നമുക്ക് സഹിക്കുക. ഇതല്ല, ഇത് ഞങ്ങളിതാ വീണ്ടും അധികാരത്തിൽ വരുന്നു, ഞങ്ങളിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെൻഷൻ കൂട്ടാൻ പോകുന്നു, നിങ്ങൾക്ക് വേണ്ടി ശമ്പളം കൂട്ടാൻ പോകുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ 3-ാം തവണയും എന്നെ അല്ലെങ്കിൽ എന്റെ മരുമോനെ തെരഞ്ഞെടുക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അയക്കുന്നപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത്, വേണ്ട വിജയ, വേണ്ട, ഇമാതിരി തോന്നിയാസം നടത്തരുത് വിജയ, ഇത്
സ്വകാര്യതാ ലംഘനമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇപ്പൊ 18-ാം തീയതി അതിന്റെ ബാക്കി ഭാഗം വരും. അതിനിടയ്ക്ക് സുപ്രീം കോടതി മൂപ്പരായിട്ട് നേരത്തെ അതിന്റെ ആദ്യം ചെയ്ത ഒരു വേറൊരു വലിയൊരു തോന്നിയാസം എന്താണെന്ന് അറിയോ? അതായത് നവകേരള സർവേ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇനിയിപ്പോ ആകെ ഒരു 1.5 മാസേ ബാക്കിയുള്ളൂ. 1.5 മാസം ബാക്കി ഉണ്ടാകുമ്പോ മൂപ്പര് കുറെ DYFI സഖാക്കളെയൊക്കെ വിളിച്ചിട്ട്, ഗോവിന്ദനാണ് അതൊക്കെ ചെയ്തത്, എന്നിട്ട് നാട് നീളെ വീട് നീളെ കയറ്റുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത് എന്താണ്? എങ്ങനെയുണ്ട് നമ്മളെ സഖാവിന്റെ ഭരണം, പിണറായി സഖാവിന്റെ ഭരണം എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഇനി എന്താ ചെയ്തു തരേണ്ടത്? അതൊക്കെ ഞങ്ങൾ ഇനി ചെയ്തു തരും. എപ്പോ ചെയ്തു തരുടോ? എപ്പോഴാണോ നിങ്ങൾ ചെയ്തു തരാൻ പോകുന്നത്? ഇനി ആകെ 1.5 മാസമല്ലേ ഉള്ളൂ. നിങ്ങൾ എന്ത് കുന്താണോടോ ചെയ്തു തരാൻ പോകുന്നത്? കടക്കടോ പുറത്ത്. നിങ്ങൾ ഇതുവരെ ചെയ്തത് മതിയടോ. നിങ്ങൾ ഭഗവാന് സ്വർണം കട്ടിയിലടോ, അല്ലേ? നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് എമ്മാതിരി കണക്കൊക്കെയാണ് കൊടുത്തത്. ആകെ 600 ആൾക്കാർ പങ്കെടുത്ത സമ്മേളനത്തിന് 5000 ആൾക്കാർക്ക് സദ്യ കൊടുത്തു പറഞ്ഞിട്ട് 8.11 കോടി. പിന്നെ നിങ്ങൾ കാരണം ഒന്നും കിടക്കാൻ വേണ്ടിയിട്ട് 1.25 ലക്ഷത്തിന്റെ കട്ടിലോ എന്താണോ കടന്നു പോടോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വീട്ടിൽ കയറ്റുന്നില്ല. എങ്കിലും കയ്യും കാലും പിടിച്ചിട്ട് പറയാണ്, ലേലു അല്ലു ഞങ്ങൾക്ക് ചെയ്തൊക്കെ തെറ്റിപ്പോയി, ഇനി ഞങ്ങൾ ചെയ്യൂല, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മൂന്നാമത് അധികാരത്തിൽ വരണം എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാരെ മുഴുവനും വീട് വിടാന്ന് കയറി ഇറങ്ങുമ്പോ ഹൈക്കോടതി പറഞ്ഞു അത് വേണ്ട, അത് ചെയ്യരുത്. കാരണം ഇതിനെതിരെ കോടതിയിൽ ഹർജി പോയി, അങ്ങനെ ഹൈക്കോടതി തടഞ്ഞതാണ്. ഇത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഫുൾ ഹാപ്പിയായി, കാരണഭൂതത്തിന് ഫുൾ ഹാപ്പി. ഇനി മുതൽ ഈ പറയുന്ന ആൾക്കാരെ മുഴുവൻ വീടുകളിലേക്ക് വിടാം. ഇതിനെത്രയാണെന്നറിയോ? 20 കോടി. ഏതാ 20 കോടി എന്നറിയോ? തായ്ക്കണ്ടി തറവാട്ടത്ത് കൊണ്ടുവന്ന 20 കോടി അല്ല, മരുമോന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന 20 കോടിയുമല്ല. എന്റെയും നിങ്ങളുടെയും പൈസ, ഖജനാവിലെ പൈസ. നിങ്ങൾക്കറിയോ, ഖജനാവിലെ പൈസ ഇല്ല, പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല, ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഇതാ ഇന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ട്. എത്രയോ ദിവസങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് ആയിരുന്നു. നമ്മുടെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആയിരുന്നു. എത്രയോ 86 ദിവസം 90 ദിവസം കേട്ടോ. അപ്പൊ ഇന്ന് എങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദൂർത്തടിച്ച് മുടിക്കുക. നമ്മളെ പൈസ എടുത്തിട്ട് ഈ അന്തംഗമ്മികളെ നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ ഈ തോന്നിയാസം ചെയ്യുന്നത് വീണ്ടും തുടരണമെന്ന്, ഈ കട്ടുമുടിക്കുന്നത് വീണ്ടും തുടരണമെന്ന്. അപ്പോഴാണ് ഹൈക്കോടതി തടഞ്ഞത്. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു അല്ല, സർക്കാരിന് അങ്ങനെയൊക്കെ ചെയ്യാം. കാരണം സുപ്രീം കോടതി കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം കാരണഭൂതത്തിന്റെ ഒരു ഓഡിയോ ഉണ്ട്. കാരണഭൂതം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഈ പരിപാടിയൊക്കെ ഇങ്ങനെ സെറ്റായപ്പം മൂപ്പരതിനു വേണ്ടി സെലക്ട് ചെയ്ത ആൾക്കാരോട് പറയാണ്, നിങ്ങൾ വീടാന്തരം പോകുമ്പോ ഒരു കാര്യം ചെയ്യണം. നമ്മളിപ്പോ നമ്മുടെ ഈ സർവേ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പരിപാടികളൊക്കെ ആൾക്കാർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോ, ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന കൂടെ നിങ്ങൾ ഓർമ്മിക്കണം, ഇത് നമ്മൾ നടത്തുന്നത് വെറുതെ നടത്തുകയല്ല, നമുക്ക് 3ാം ഭരണം വേണം. നമുക്ക് 3ാം ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, 3ാം ഭരണം നമുക്ക് കിട്ടാൻ വേണ്ടി ആ തരത്തിൽ നിങ്ങൾ ക്യാൻവാസ് ചെയ്യണമെന്ന് കാരണഭൂതം തന്നെ പറഞ്ഞതിന്റെ ഓഡിയോ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി അത് കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സുപ്രീം കോടതി മുമ്പിൽ ആ ഓഡിയോ എത്തിയിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി സർക്കാരിന്റെ പണം ഉപയോഗിച്ച് CPMകാര് അവരുടെ പാർട്ടി പ്രചാരണം നടത്തുകയാണ്. അങ്ങനെ എല്ലാ വഴിക്കും എന്താ പറയാ, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത വഴികളിലൂടെയൊക്കെ എങ്ങനെയെങ്കിലും 3ാം തവണ അധികാരത്തിലെത്തണം. എത്തിയില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എത്തിയില്ലെങ്കിൽ ഇപ്പൊ എന്താ? അതായത് CPMും ഇടതുപക്ഷമൊക്കെ ഭരണമില്ലെങ്കിലും അവർ പ്രവർത്തിക്കേണ്ടവരല്ലേ. അവർ ഭരണം കിട്ടിയാൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഭരണം കിട്ടിയാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഭരണം കിട്ടിയില്ലെങ്കിൽ എന്താ സ്ഥിതി? പിണറായി ജയിലിൽ പോകൂലേ? പിണറായിയുടെ മോള് ജയിലിൽ പോകൂലേ? പിണറായിന്റെ മോൻ ജയിലിൽ പോകൂലേ? പിണറായിന്റെ മരുമകൻ ജയിലിൽ പോകൂലേ? എത്ര ആൾക്കാർ ജയിലിൽ പോകണോ? കിടക്കുന്നില്ലേ? കൊളനാടന്റെ കേസുകളിൽ പോയി എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇവര് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. FSIOയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ FSIO അന്വേഷിക്കുന്ന മാസപ്പടി കേസൊക്കെ സജീവമായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ BJPക്കാർ ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചതാണ്. ഒന്ന് കാലൊന്ന് പൊന്തിച്ചാൽ ഈ കേസുകളൊക്കെ വീണ്ടും വരും. കാരണഭൂതാകത്താകും. സ്വപ്ന കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഡോളർ കടത്ത്, സ്വർണ്ണച്ചെമ്പിലെ, ബിരിയാണി ചെമ്പിലെ, എന്തൊക്കെ ഇതൊക്കെ എന്താ പറയാ, പൂഴ്ത്തി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ അന്വേഷിക്കാതെ SITയെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് SITക്കാരോട് വാസവൻ അറസ്റ്റ് ചെയ്യരുത്, കടകംപള്ളി അറസ്റ്റ് ചെയ്യരുത്, പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ പോയി തന്ത്രിനെ പിടിച്ചോ, അല്ലെങ്കിൽ സോണിയനെ പിടിക്ക്, അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ പിടിക്ക്, ആന്റോ ആന്റണിയെ പിടിക്ക്,
എന്നൊക്കെ പിണറായി വിജയൻ ഇപ്പം പറയാം, അധികാരമുള്ളത് കൊണ്ട്. നേരെ മറിച്ച് അധികാരം നഷ്ടപ്പെട്ടാലോ ആരൊക്കെ അകത്ത് കിടക്കണം? ഇപ്പം തന്നെ വാസുവും പത്മകുമാറും ഒക്കെ അകത്ത് കിടന്നു. അവരൊക്കെ പിന്നെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ വാസവൻ അകത്താകും, പ്രശാന്ത് അകത്താകും, കടകംപള്ളി അകത്താകും, കാരണഭൂതവും അകത്താകും. ഇതൊക്കെ പേടിച്ചിട്ട് എങ്ങനെങ്കിലും ഇവർക്ക് മൂന്നാം തവണ അധികാരത്തിലെത്തണം. അപ്പോഴാണ് ഇതുകൊണ്ടൊന്നും രക്ഷയില്ല. ഇവരുടെ എന്താ പറയാ, ചില സാറന്മാരുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ അവലോകനം ചെയ്യാനുള്ള ഇവരുടെ ഒരു ഇന്റലിജൻസ് സംവിധാനം. ആ ഇന്റലിജൻസ് സംവിധാനം പറയുന്നു, പിണറായി വിജയ ഇതൊക്കെ ചെയ്താലും ഒരു രക്ഷയില്ല മോനെ എന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും അവസാനം ലാലേട്ടനെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്റെ പൊന്നു മോഹൻലാലെ, അനക്കൊന്നും വേറെ പണിയിടോ. എന്ത് വിചാരിച്ചിട്ടാണോ ഈ കാരണഭൂതത്തെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്? എനിക്ക് അറിയാൻ ചോദിക്കുക. ഈ കാരണഭൂതം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും അവരുടെ ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന അവരുടെ ഒരു പേടി സ്വപ്നമാണോ. കട്ടുമുടിക്കല്ലേ ഇയാള്. എന്നിട്ട് നീ ഇയാളെ വെള്ളം പൂശാൻ വേണ്ടിട്ടോ, ഇയാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഉളുപ്പുണ്ടോ ലാലേട്ട അല്ലേ? ഏറ്റവും ബഹുമാനപൂർവ്വം ചോദിക്കുകയാണ്, നിങ്ങൾ ഇയാളെ വെള്ളം പൂശാൻ വേണ്ടി നടക്കും. എനിക്ക് ഓർമ്മ വരുന്നത് പരസ്യമാണ്. ഞാനിത് ടീസർ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഇത് നാളെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ വേറെ ആലോചിക്കണം കേട്ടോ. ഇത് ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരുടെ സഹായത്തോടെ ടി കെ രാജീവ്കുമാറൊക്കെയാണ് തോന്നുന്നു ഇതിന്റെ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയത്. ഇതിങ്ങനെ ചില്ലറ കളികളൊന്നും കേട്ടോ. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് ഒരു സിനിമയുടെ നിർമ്മാണ ചെലവ് തന്നെ ഇതിനുണ്ട്. കോടികളാണ് ഇതിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ പ്രദർശിപ്പിക്കുക? എങ്ങനെയാ? തിയേറ്ററിലല്ല കേട്ടോ. ഇത് എല്ലാ ചാനലുകളുടെയും സ്ലോട്ട് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ഇവിടുത്തെ എല്ലാ ചാനലുകളുടെയും പ്രത്യേക സ്ലോട്ടുകൾ കോടികൾ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഇത് പ്രദർശിപ്പിക്കും. നാട് നീളെ പ്രദർശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് ലാലേട്ടന്റെ സഹായത്താൽ കോടികളാണ് ഇവിടെ ഒഴുക്കാൻ വേണ്ടി പോകുന്നത്. ഇവരുടെ വിചാരം എന്നാ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നാണ്. ഞാനതാ തുടക്കത്തിൽ പറഞ്ഞത്. ഞാനും അങ്ങനെ വിശ്വസിച്ചു പോയി. മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ കാരണം ലാലേട്ടൻ പറയാണ് ഇയാൾ തനി തങ്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിയോ. ലാലേട്ടൻ കാരണഭൂതത്തെ കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയും കൊടുത്തിട്ട് പറയുന്നു, നമ്മളെ സ്വന്തം ആളാണ്. ആര്? കാരണഭൂതത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം. അങ്ങനെയൊന്നും അല്ലട്ടോ ലാലേട്ടൻ പറയാ. എനിക്ക് ഓർമ്മ വരുന്നത് ലാലേട്ടന്റെ ഏറ്റവും പുതിയ പരസ്യമാണ്. ഏറ്റവും പുതിയ അല്ല, കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയ വിൻസ്മേര ജ്വല്ലറിയുടെ പരസ്യം. വളരെ മനോഹരമായ പരസ്യമായിരുന്നു. വിൻസ്മേര ജ്വല്ലറിയുടെ നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. അതിലെ ലാലേട്ടന്റെ വാചകം കൊണ്ട് കേട്ടോ, ആരും കൊതിച്ചു പോകും അല്ലെ, ആരും കൊതിച്ചു പോകും എന്നുള്ളതാണ് എന്റെ ടാഗ് ലൈൻ. ആ വിൻസ്മേര ജ്വല്ലറിയുടെ എന്താ പറയാ ആ പരസ്യചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ആ പരസ്യചിത്രത്തിന്റെ എന്താ പറയാ അതിന്റെ ഷൂട്ടിങ്ങിനിടയിൽ വില കൂടിയ ആഭരണം കാണാതാവുന്നതും അവസാനം ലാലേട്ടന്റെ ഈ കാരവനിൽ കയറി നോക്കുമ്പോൾ ലാലേട്ടനുണ്ട് ആ ആഭരണം കഴുത്തിലണിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. മൂപ്പര് സ്വയം ആസ്വദിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ആരും കൊതിച്ചു പോകും. അങ്ങനെ അതേ ടാഗ് ലൈനിലായിരിക്കും പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ലാലേട്ടൻ പറയാ ആരും കൊതിച്ചു പോകും. ആരും ഇമ്മാരി സാധനത്തിനെ ഈ മാതിരി സാധനത്തിനെ മുന്നിൽ നിർത്തിയിട്ട് ലാലേട്ടൻ പറയും ആരും കൊതിച്ചു പോകും. പിണറായിയെ ആരും കൊതിച്ചു പോകുന്ന എടുത്തോളിങ്ങളെ മൂന്നാം തവണയും എടുത്തോളി എന്ന് മോഹൻലാൽ നിങ്ങളോട് പറയുകയാണ് കൂട്ടരെ. അതിന്റെ വാർത്തയാണ് മാതൃഭൂമി ഇങ്ങനെ 1-ാം പേജ് കൊടുത്തിട്ട് ഇതിന്റെ വിശദമായ വാർത്ത 10-ാം പേജിലുണ്ട് കേട്ടോ. ആ 10-ാം പേജിലെ വാർത്തയിൽ പറയുന്നത് എന്തൊക്കെയാണെന്നറിയോ? എനിക്കിഷ്ടം ആക്ഷൻ പടങ്ങൾ. ലാലിന് ഇന്റർവ്യൂ കൊടുത്ത് മുഖ്യൻ, എനിക്ക് ഇഷ്ടം ആക്ഷൻ പടങ്ങൾ. ആർക്ക്? പിണറായി പ്രത്യേക ആക്ഷന്റെ ആളാണ്, അറിയാലോ. അതായത് പിണറായി പണ്ട് സുധാകരനോട് പറഞ്ഞല്ലേ, എന്താ ഞാൻ ഒരു പ്രത്യേക ആക്ഷൻ ഇങ്ങനെ കാണിക്കുമ്പോ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവും. അപ്പോൾ ആകെ ഇടിവെട്ടിയിടും വണ്ണം ശത്രുക്കളൊക്കെ പരക്കം പായി. അത്രേ പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോ പിണറായി വിജയനെതിരെ ശത്രുക്കൾ വന്നാൽ പിണറായി വിജയനെ ഇങ്ങനെ എന്താ പറയാ 2 കാലിങ്ങനെ അകത്തി വെച്ചിട്ട് കൈ കൊണ്ട് ഒരു പ്രത്യേക ആക്ഷനാണ്. ആ ആക്ഷൻ കണ്ടാൽ ശത്രുക്കൾ ഓടി മറയും എന്നാ പറയുന്നത്. അപ്പോഴാണ് സുധാകരൻ പറഞ്ഞത് ഓന്റെ ഓർഡറിലേക്ക് നമ്മൾ കണ്ടിരിക്കുന്നത്. ഓൻ ഈ ബ്രണ്ണൻ കോളേജിൽ നിന്ന് താഴെ 4-5 കിലോമീറ്റർ വരെ ഓന്റെ പിന്നാലെ ഓടിയിട്ട് പുറം പൊളിച്ചിട്ടുണ്ട് ഞാനെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. സുധാകരൻ പറയുമ്പോ എന്തായാലും കള്ളത്തിലാകാനിടയില്ല. എന്തായാലും പിണറായി വിജയന്റെ പുറം സുധാകരൻ പൊളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും പിണറായി വിജയൻ പറയുന്നത് എനിക്ക് ആക്ഷൻ പടങ്ങളാണ് ഇഷ്ടം. അതാണ് ഇതിന്റെ ടൈറ്റിൽ കേട്ടോ.
എനിക്കിഷ്ടം ആക്ഷൻ പടങ്ങൾ. ലാൽ ഇന്റർവ്യൂ കൊടുത്ത് മുഖ്യൻ. കണ്ടും മിണ്ടിയും ഇരുവർ. പരിപാടിക്കെതിരെ പ്രതിപക്ഷം. ഏതായാലും പ്രതിപക്ഷം ഇതിന്റെ പരിപാടിക്കെതിരെ പ്രതിപക്ഷം അണിനിരക്കണ്ടേ? കാരണം കോടികൾ എടുത്ത് ഇങ്ങനെ ദൂർത്തടിക്കാൻ പറ്റും. പിണറായി വേണം പടം പിടിച്ചോട്ടെ. പിണറായി വേണമെങ്കിൽ പടം പിടിച്ചോട്ടെ. 1-2 മണിക്കൂർ നേരം ഇടതുഭാഗത്ത് മോഹൻലാലും വലതുഭാഗത്ത് മമ്മൂട്ടിയും നിന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ. നമുക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇതൊന്നും കണ്ടിട്ട് എന്റെ മക്കളെ കൊതിക്കണ്ട 3-ാം ഭരണം കിട്ടുമെന്ന്. മോഹൻലാൽ എന്താ പറയാ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് 3-ാം ഭരണം കിട്ടുക. ഞാൻ നിങ്ങളോട് തമാശ പറഞ്ഞ തുടക്കത്തിൽ ഞാനും വിശ്വസിച്ച് പോയി. ഇവിടെ ആരും വിശ്വസിക്കാനാണല്ലോ? മോഹൻലാൽ വന്നിട്ട് എന്താ പറയാ പിണറായി വിജയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ആരും കൊതിച്ചു പോകുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊതി വരുമോ? ഈ സാധനത്തിന് ഇനിയും പേറാൻ ആരെങ്കിലും തയ്യാറാകുമോ? പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെ പൈസ പോകും. നമ്മളെ കോടികൾ ദൂർത്തടിക്കാൻ പോവുകയാണ്. എല്ലാ ചാനലുകളിലും ഇതിങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് ആരും കാണാനൊന്നും പോകുന്നില്ല. ആൾക്കാർക്ക് ഇപ്പൊ കണ്ടിട്ടാണല്ലോ വലിയ കാര്യം. കണ്ടിട്ട് പണ്ട് സീരിയാജ് പറഞ്ഞ പോലെ മറ്റേ മയില്, ഏത് മയില്? കോൾമയില് കൊള്ളാൻ വേണ്ടിയിട്ട് ഇത് കാണാൻ വേണ്ടി ആൾക്കാർ നിൽക്കില്ലല്ലോ. പിണറായി വിജയനെ കണ്ടാലേ എന്താ പറയാ കോൾമയർ വരുമോ എന്ന് പറയുന്ന ഒരു മയിലും ആർക്കും ഇല്ല. അതുകൊണ്ട് ആരും ഇത് കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കോടികൾ ദൂർത്തടിക്കാൻ പോകുന്നു. എനിക്കിഷ്ടം ആക്ഷൻ പടങ്ങൾ. ലാലിന് ഇന്റർവ്യൂ കൊടുത്ത് മുഖ്യൻ. അപ്പോഴാണ് പറയുന്നത് കാർക്കശ്യം വിട്ടുള്ള മുഖ്യമന്ത്രിയുമായി വാചാലനാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇമേജ് മാറുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. അതാണ് മോഹൻലാലുമായി ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും പോകുമ്പോ മുഖ്യമന്ത്രി മുരടനാണ്, ക്രൂരനാണ്, ദുഷ്ടനാണ്, പരനാറി, എന്താ പറയാ പരനാറി എന്നും വിളിച്ചു. പിന്നെ എന്തെല്ലാം വിളിച്ചത്? നികൃഷ്ടജീവി, കുലംകുത്തി, അമ്മാതിരി വിളികളൊക്കെ വിളിക്കുന്ന മുഖ്യമന്ത്രി മോഹൻലാലുമായി ഇങ്ങനെ ചിരിച്ചുല്ലസിക്കുമ്പോ ആൾക്കാർക്ക് ഇയാളോട് ഒരു സ്നേഹം തോന്നുമെന്നാണ് പാർട്ടിക്കാരുടെ വിശ്വാസം. പക്ഷെ അതിനുവേണ്ടി നമ്മളെ പോക്കറ്റ് കൈയിടുകയാണ് അവസാനം ചങ്ങായി നമ്മളെ പോക്കറ്റിൽ കൈയിട്ടിട്ടാണോ ഈ തോന്നിവാസം ചെയ്യുന്നത്? എന്താ ചെയ്യേണ്ടത്? ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ഇതാ മലയാള മനോരമ. പക്ഷേ മലയാള മനോരമയുടെ 10-ാം പേജിൽ മലയാള മനോരമ അത്ര ആവേശം കാണിച്ചിട്ടില്ല. പടമൊന്നുമില്ല. മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തിയ മോഹൻലാൽ സർക്കാരിന്റെ പ്രചാരണ പരിപാടിയുടെ ഭാഗം ഇരുവർ എന്ന പേരിൽ സംപ്രേഷണം ചെയ്യുമെന്ന് ആര് പറയുന്നു? മനോരമ പറയുന്നു. കേരളകൗമുദിയാണ് അർമാദിക്കുന്നത് കേട്ടോ. കേരളകൗമുദിയുടെ ഉള്ളിലെ പേജിൽ എവിടെയൊന്ന് കണ്ടല്ലോ, 5-ാം പേജിൽ അല്ലെ? 5അല്ല, കേരളകൗമുദിയുടെ 4-ാം പേജിൽ. 4-ാം പേജിൽ 7 കോളത്തിലാണ് കേരളകൗമുദിക്കാർക്ക് ചിലപ്പം കേരളകൗമുദി ചാനലിലെ കൗമുദി ചാനലിൽ ചിലപ്പോൾ ഇത് സംപ്രേഷണം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും. കോടികൾ കിട്ടാൻ പോകല്ലേ, അതുകൊണ്ട് അർമാദിക്കുകയാണ്. പിണറായിയുമായി അഭിമുഖം നടത്തി മോഹൻലാൽ. ആക്ഷൻ പടം ഇഷ്ടം. മോഹൻലാൽ കാറിൽ ക്ലിഫ് ഹൗസിൽ എത്തുന്നത് മുതൽ തുടങ്ങുന്നത്. കുറെ കൂടി നല്ല വിവരണമാണ് കേട്ടോ കേരളകൗമുദിയിലുള്ളത്. മോഹൻലാൽ കാറിൽ ക്ലിഫ് ഹൗസിൽ എത്തുന്നത് മുതൽ തുടങ്ങുന്നതാണ് അഭിമുഖം. എന്റെ രാജീവ്കുമാർ കാറിൽ കയറി എത്താന്നൊക്കെ പറഞ്ഞത് ഇതെന്ത് പടാടോ? ഇത് ഹെലികോപ്റ്ററിൽ വരണ്ടേ? മോഹൻലാൽ ഹെലികോപ്റ്ററിൽ ക്ലിഫ് ഹൗസിന്റെ മുറ്റത്തിറങ്ങട്ടെ. എന്ത് സംവിധായകനാണോ രാജീവ് കുമാറെ? അയാളാണ് ഇത് സംവിധാനം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അതല്ലേ സോറി, രാജീവ് കുമാർ അല്ലെങ്കിൽ വേറെ ഏതൊരു കുമാർ. ഇത് സംവിധാനം ചെയ്യുന്ന കുമാർ പോരാ. കാറിൽ വന്നിട്ടൊന്നും കാര്യമില്ലടോ. ഹെലികോപ്റ്ററിൽ വരണം, അല്ലെങ്കിൽ പാറ്റൺ ടാങ്കിൽ വരണം. മോഹൻലാൽ പാറ്റൺ ടാങ്കിൽ ഇങ്ങനെ വരിക. അതല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ചെകുത്താൻ എന്ന് പറഞ്ഞ ലോറി ഉണ്ടല്ലോ, ചെകുത്താൻ എന്ന് പറയുന്ന നമ്മുടെ മറ്റേ സിനിമയിലെ സ്ഫടികം സിനിമയിലെ ചെകുത്താൻ ലോറിയിൽ കയറിയിട്ട് ഇങ്ങനെ വരണം ചെകുത്താന്റെ കൊട്ടാരത്തിലേക്ക്. അപ്പൊ ഭയങ്കര ത്രില്ലായിരിക്കും, ഭയങ്കര മ്യൂസിക്കിൽ ഇങ്ങനെ ചെകുത്താൻ കോട്ടയിലേക്ക് ലാലേട്ടൻ വരുന്നു അല്ലേ? ഇതൊക്കെ ചെയ്യട്ടെ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കണ്ടുപോയിരിക്കും കേട്ടോ. ഇതൊക്കെ ചെയ്താൽ ചിലപ്പോൾ ആളുകൾ കാണാനിരിക്കും. അതല്ലാതെ നിങ്ങൾ ഈ കാറിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് പോരട്ടോ. മോഹൻലാൽ കാറിൽ ക്ലിഫ് ഹൗസിൽ എത്തുന്നത് മുതൽ തുടങ്ങുന്നതാണ് അഭിമുഖം. സ്വീകരണ മുറിയിൽ ഇരുന്നും ഉദ്യാനത്തിൽ നടന്നും. എന്താണ് ഉദ്യാനത്തിൽ നടക്കും, സ്വീകരണ മുറിയിൽ ഇരിക്കും. ഇത് സ്വാഭാവികല്ലേ? പക്ഷെ കേരളകൗമുദിക്കാർ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ഭാവന വിലാസത്തിൽ പറയുകയാണ്. സ്വീകരണ മുറിയിൽ ഇരുന്നും ഉദ്യാനത്തിൽ നടന്നും പുരോഗമിക്കുന്ന അഭിമുഖം. എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം എന്ന് ലാൽ പറയുന്നതോടെയാണ് അവസാനിക്കുന്നത്. എന്റെ കേരളം എന്താ ലാലേട്ടൻ പറയുന്നത്? എന്റെ കേരളം, അങ്ങയുടെ കേരളം, എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം എന്ന് പറയുന്നതോടുകൂടി ഈ അഭിമുഖത്തിന് തിരശ്ശീല വീഴുകയാണ് അത്രേ. മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റേതാണെന്ന് കേട്ടിട്ടുണ്ട്. ലാലേട്ടൻ പറയാണ്, പൊതുവിൽ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. മുഖ്യമന്ത്രിയുടെ മറുപടി. ഏതെങ്കിലും ഒരു സിനിമാ രംഗം യഥാർത്ഥ ജീവിതത്തിൽ സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പം അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് കാരണഭൂതം പറയുന്നത് കേട്ടോ.
ഞാൻ അഭിനയിച്ച സിനിമയിലെ ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോ ദിനേശനും ദാസനും ഒക്കെ കിടക്കുന്നു ചിരി പോ മോനെ ദിനേശ എന്ന ഡയലോഗൊക്കെ കാരണഭൂതത്തിന്റെ മനസ്സിലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ജനങ്ങൾ കാത്തിരിക്കാട്ടോ. ജനങ്ങളാണ് ലാലേട്ടന്റെ ഡയലോഗ് കാരണഭൂതത്തിന്റെ മുഖത്തൂക്കി പറയുന്നത് പോ മോനെ ദിനേശ എന്നും പറഞ്ഞിട്ട് ജനങ്ങൾ ഇവിടെ വരുന്നു കേട്ടോ. ലാലേട്ടൻ കെട്ടിപ്പിടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പം 7 കോളത്തിൽ ഇത് എന്താ പറയാ കേരളകൗമുദി. ഇനി നമ്മുടെ സ്വന്തം പത്രം 1-ാം പേജിൽ തന്നെ ഇരുവർ ടീസർ വൈറൽ എന്ന് പറയുന്നു. ദേശാഭിമാനി പറയുന്നത് വൈറൽ ടീസർ വരെ വൈറലായി. ഇനിയിപ്പോ സിനിമയും കൂടി ഇറങ്ങിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. ടീസർ ഇറങ്ങിയപ്പം വൈറൽ. ഇതാ പറയുന്നത്, മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിക്കുന്ന അപൂർവ സംഭാഷണത്തിന്റെ ടീസർ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. ഇരുവർ എന്ന് പേരിട്ടിരിക്കുന്ന വീഡിയോ മോഹൻലാൽ സമൂഹ മാധ്യമ പേജുകളിൽ പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം വൈറലായി. മുഖ്യമന്ത്രിയുടെ ഇഷ്ടങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും മോഹൻലാൽ നടത്തുന്ന ഹൃദ്യമായ സഞ്ചാരമാണ് ഈ അഭിമുഖം. പൂർണ്ണരൂപം വരും ദിവസങ്ങളിൽ ടെലിവിഷൻ ചാനലുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കാണാം. ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ വെറുതെ കൊടുക്കൂല. ദേശാഭിമാനിക്കാരാ പൈസ വാങ്ങിയിട്ടേ കൊടുക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ആകെ തെരഞ്ഞെടുപ്പിന് ആകെ 2-2.5 മാസമാണ് അവശേഷിക്കുന്നത്. 2 മാസമില്ല, 2 മാസമാണ് അവശേഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മരുമോനും ഏത് വിധേനയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂകാനുള്ള എല്ലാ കസർത്തുകളും എല്ലാ നെറികടികളും അവർ കാണിക്കും. അതിന്റെ ഏറ്റവും അവസാനത്തെ നെറികേടാണ് ലാലേട്ടനെ കൊണ്ട് വെളുപ്പിക്കാൻ നടത്തുന്നത് കേട്ടോ. അവസാനമായി ഒരിക്കൽ കൂടി എന്റെ ലാലേട്ട, നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങളിൽ നിന്ന് ഇപ്പൊ മമ്മൂട്ടി സഖാവ് ഇത് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം മമ്മൂട്ടി സഖാവിന് ഇത് ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം മമ്മൂട്ടി സഖാവ് എന്ന് പറയുന്നത് കൈരളിയുടെ എന്തോ വലിയ കൊളസ്ട്രോൾ ആണ്. അതല്ലാതെ തന്നെ ഈ സഖാക്കന്മാരുടെയൊക്കെ വേണ്ടപ്പെട്ട ആളാണ് മമ്മൂട്ടി സഖാവ്. പക്ഷെ ലാലേട്ടൻ സഖാവല്ല. ലാലേട്ടൻ ഇമ്മാതിരി തോന്നിയാസം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് 1000 തവണ അല്ലെങ്കിൽ 10,000 തവണ ഞാൻ പറയുകയാണ്. ലാലേട്ടൻ ചെയ്യരുതായിരുന്നു ഇമ്മാതിരി തോന്നിയാസം എന്ന് മാത്രം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഞാൻ എന്റെ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പൊ എന്റെ വിജയ, ലാലേട്ടൻ കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാൽ എന്റെ മോനെ 3ാമതും നിന്നെ വോട്ട് ചെയ്ത് ഇവിടെ ആരും അധികാരത്തിൽ കേട്ടില്ല കേട്ടോ. അമ്മാതിരി വല്ല വിചാരുണ്ടെങ്കിൽ അത് അട്ടത്ത് വെച്ചാൽ മതി. അട്ടത്ത് വെച്ചാ മതി കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.